അയ്യോ ഞാൻ തോറ്റുപോകും എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ബോക്സിൽ ഒരുപാട് നിലവിളികൾ ഞങ്ങൾ കാണുന്നുണ്ട്. മക്കളെ, നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം ഇതാണ്. നിങ്ങൾ തോൽക്കുക എന്നുള്ള കാര്യമാണ് ഏറ്റവും ബുദ്ധിമുട്ട്. SSLC പബ്ലിക് എക്സാം 2025 തോൽക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, ജയിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. അതെന്താ സാർ അങ്ങനെ? മക്കളെ നോക്കിക്കോ, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ്, ഹിന്ദി, ഈ എല്ലാ സബ്ജക്റ്റുകളും എത്ര മാർക്കിനാ? നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. എത്ര മാർക്കിനാ? 40 മാർക്കിന്റെ പരീക്ഷയാണ് അല്ലെ? ഇതിനോട് +10 എന്ന് പറഞ്ഞാൽ 10 മാർക്ക് നിങ്ങളെ സി മാർക്കാണ്. അതെന്തായാലും ഈ സി മാർക്ക് അധിക സ്കൂളിലും അത്യാവശ്യം നിങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ടീച്ചേഴ്സ് പറഞ്ഞതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും 10 മാർക്ക് കിട്ടും. അങ്ങനെ ടോട്ടൽ ഇത് 50 മാർക്കിന്റെ പരീക്ഷയാണ് ആണല്ലോ. ഈ 50 മാർക്കിന്റെ പരീക്ഷയിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് വേണം പാസ്സാവാൻ? 10 മാർക്ക് സി മാർക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടും, അത് ഷുവറാ. ഇനി ഈ 40 മാർക്കിന്റെ പരീക്ഷയിൽ നിങ്ങൾ വെറും 5 മാർക്ക് വാങ്ങിയാൽ മതി. അപ്പൊ ടോട്ടൽ എത്രയായി? 15 മാർക്കായി. അതായത് നിങ്ങൾ 50 മാർക്കിന്റെ പരീക്ഷയിൽ വെറും 15 മാർക്കാണ് മേടിക്കേണ്ടത്. 10 മാർക്ക് എന്തായാലും ഉറപ്പാ, 10 മാർക്ക് എന്തായാലും കിട്ടും. ഇനി ആ 40 മാർക്കിന്റെ പരീക്ഷയിൽ ഒരു 5 മാർക്ക് നിങ്ങൾ എഴുതിയെടുത്താൽ മതിടാ. ഈ 5 മാർക്ക് നേടിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾ എക്സാമിന് പോയാൽ തന്നെ 5 മാർക്ക് ഉറപ്പാ. അപ്പൊ ഇനി പാസ്സാവൂല എന്ന് പറയരുത് 40 മാർക്കിന്റെ കേസിൽ. ഇനി 80 മാർക്കിന്റെ കേസ്, മാത്സ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്, ഇതൊക്കെ 80 മാർക്കിന്റെ പരീക്ഷയാണ്. 80 + 20 മാർക്ക് എന്തുണ്ട്? സി ഉണ്ട് അല്ലെ? അപ്പൊ ടോട്ടലായിട്ട് അവിടെ എത്ര മാർക്കാ? 100 മാർക്കിന്റെ പരീക്ഷയാണിത്. ശരിയാണല്ലോ. ഈ 100 മാർക്കിന്റെ പരീക്ഷയിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് വേണം പാസ്സാവാൻ? മക്കളെ, 10 മാർക്ക് നിങ്ങൾ എന്തായാലും എഴുതി വാങ്ങണം. എഴുതി വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടോ? 80 മാർക്കിന്റെ പരീക്ഷയിൽ ഒരു 10 മാർക്ക് എഴുതി വാങ്ങാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. പ്ലസ് എന്ത് കിട്ടും നിങ്ങൾക്ക്? 20 മാർക്ക് സി മാർക്ക് ഉറപ്പാ. അപ്പൊ ടോട്ടൽ 30 മാർക്ക് കിട്ടി, നിങ്ങൾ എന്തായി? പാസ്സായി. അപ്പൊ എത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യ. 40 മാർക്കിന്റെ പരീക്ഷയിൽ 5 മാർക്ക് മേടിക്കുക, 80 മാർക്കിന്റെ പരീക്ഷയിൽ 10 മാർക്ക് മേടിക്കുക. ഇത്ര മാത്രം മതി നിങ്ങൾക്ക് പാസ്സാവാൻ. അപ്പൊ ഈ ഒരു കാര്യം അറിയാത്തത് കൊണ്ടാണ് ശരിക്കും നിങ്ങൾ എന്താവില്ല, പാസ്സാവൂല, ഞാൻ ഒരിക്കലും രക്ഷപ്പെടൂല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്. മക്കളെ, നമ്മൾ പാസ്സാവുന്ന കാര്യമല്ല ഇപ്പൊ ചിന്തിക്കേണ്ടത്. ഫുൾ A+ മേടിക്കാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ മക്കൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിനുള്ള നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത്? മോട്ടിവേഷൻ വേണോ? നിങ്ങൾക്ക് ഇനി ലൈവ് വേണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടന്റ് വീഡിയോ വേണോ? ഷോർട്ട് വീഡിയോ വേണോ? ഏതെങ്കിലും ഒരു പ്രത്യേക പാഠത്തിന്റെ ഏതെങ്കിലും ഭാഗം മാത്രമായിട്ട് നിങ്ങൾക്ക് എടുത്തു തരണോ? നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. അത് നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റേസ് ഏജൻ ടീം നിങ്ങളുടെ കൂടെ ഉണ്ട്. നമ്മൾ ടീച്ചേഴ്സ് ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട്. എല്ലാ സബ്ജക്ട് ടീച്ചേഴ്സും വെയിറ്റ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ വേണ്ട കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? താഴത്ത് കമന്റ് ബോക്സിൽ അങ്ങോട്ട് കമന്റ് ചെയ്യുക. അത്ര മാത്രം എൻ്റെ മക്കൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു കണ്ടന്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.